സൂറത്ത് തൗബയിൽ നിങ്ങൾ അഞ്ചാമത്തെ ആയത്തെടുത്ത് നോക്കുന്ന യുക്തിവാദികൾ പറയണേ ബഹുദൈവ ആരാധകരെ കാണുന്നോടത്ത് വെച്ച് കൊല്ലണം. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സൂറ 9:5 ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഞാൻ ഭയമുണ്ട്, എനിക്ക് ഭയമുണ്ട് കോൻകുട്ടി. ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, എന്നെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുമോ? എനിക്ക് ഭയമുണ്ട്. ഞാൻ ആ ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണം. ബഹുദൈവ ആരാധകരെ കാണുന്നോടത്ത് വെച്ച് കൊല്ലണം. ഈ സന്ദർഭത്തിൽ അതുണ്ടായത്. നിങ്ങളെ കാണുന്നോടത്ത് വെച്ച് കൊല്ലുകയാണെങ്കിൽ നിങ്ങളതിനെ പ്രതിരോധിച്ചോ. കാണുന്നോടത്ത് വെച്ച് അവരിങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അവരങ്ങോട്ട് തട്ടിയരെ. ഇതാണ് ആയത്ത്. പക്ഷെ നമ്മുടെ മക്കളൊന്നും അത് വായിക്കാനും കേൾക്കാനും ഒന്നും തയ്യാറല്ല. ഈ യുക്തിവാദി പറയുന്ന ആയത്തെടുക്കും, എന്നിട്ട് അത് കേൾക്കും. ഈ ഖുർആൻ എനിക്ക് വേണ്ട, ഈ ഇസ്ലാമും എനിക്ക് വേണ്ട. നമ്മുടെയൊക്കെ വളർന്നു വരുന്ന മക്കളുടെയൊക്കെ അവസ്ഥ ഇപ്പൊ ഇത്. യുദ്ധം മുസ്ലിം സമുദായത്തിന്റെ മേൽ ആരോപിക്കുന്ന മറ്റൊരു ആരോപണമാണ് യുദ്ധം, അക്രമം. ഇതൊക്കെ ഇവരുടെ പരമ്പരയാണ്. ഈ ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ തെളിവ് കാണിച്ച ബഹുമാനികൾ, എവിടെയെങ്കിലും ചെന്നൊരു മുസ്ലിം സമുദായം ആരെങ്കിലും ആക്രമിച്ചത്? നേരെ മറിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നതിനെ പ്രതിരോധിക്കണം. ഈ ബദർ യുദ്ധം എന്നൊക്കെ പറയുന്ന അതാണ്. ഉഹദ് യുദ്ധം എന്നൊക്കെ എല്ലാ യുദ്ധവും അങ്ങനെ തന്നെയാണ്. മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോൾ അങ്ങനെയും തങ്ങളുടെ പേരിലൊക്കെ ആക്ഷേപങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളുടെ നബി എന്ത് നബിയാ? സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച നബിയല്ല. ഇതൊക്കെ ഇത് ആട്ടി ഓടിച്ചതാണോ സഹോദരങ്ങളെ? ആട്ടി ഓടിച്ചാണ് ഈ കൈ കിട്ടണമൊക്കെ എടുത്തോണ്ട് ഓടൂലേ? പൊന്നാരി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്തോ? എന്റെ കുടുംബം എനിക്ക് വേണ്ട, എന്റെ വീട് എനിക്ക് വേണ്ട, എന്റെ സമ്പാദ്യം എനിക്ക് വേണ്ട, ഇങ്ങേറ്റം ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഇഷ്ടപ്പെടുന്ന പരിശുദ്ധമാകുന്ന മസ്ജിദുൽ ഹറാമും വിട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം അള്ളാഹുവിന്റെ ഓർഡറാണ്. മദീനത്തേക്ക് പ്രയാണം ചെയ്തോ, രാത്രി തന്നെ യാത്ര ചെയ്യും. അങ്ങനെ രാത്രി തന്നെ അന്നത്തെ ദിവസം തന്നെ നിർദ്ദേശം കിട്ടിയ സമയത്ത് തന്നെ എന്താ ലക്ഷ്യം? ദീനി ദഅവത്താണ്. ഇവിടെ തൗഹീദിന്റെ ശബ്ദം പറഞ്ഞപ്പോൾ അതിനെല്ലാം ശക്തമായി വിമർശനവും എതിർപ്പും വരികയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അത് നന്നായി പിന്നെ പ്രചരിപ്പിക്കാൻ പറ്റിയ ഒരു സംഘത്തിനെ അല്ലാഹു തആല മദീനത്തുനിന്ന് പാകപ്പെടുത്തി തരാൻ പോവുകയാണ്. അതാ മദീനത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ മദീനത്ത് എന്ന് കഴിഞ്ഞപ്പോൾ നിക്കക്കള്ളിയില്ല, നിവൃത്തിയില്ലാതെ കാണുന്നോടത്ത് വെച്ച് കൊല്ലിയാണ്. മുസ്ലിമിനെ എവിടെ കാണുന്നു അവിടെ വെച്ച് തട്ടിക്കളി. ഇതാണ് ഇപ്പൊ മദീനത്തെ അവസ്ഥ. അപ്പോഴാ ഈ ആയത്തേതിൽ ഫഖ്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും ഇതൊക്കെ എടുത്തിട്ട് തന്നെ ആളുകൾ മുസ്ലിം സമുദായത്തിനെ ആക്ഷേപിക്കുന്നത് ഈ ആയത്തൊക്കെ എടുത്തിട്ടാണ്. അല്ലോ, നേർക്ക് നേരെ നോക്കുമ്പോ ശരിയല്ലേ? നിങ്ങൾ എന്ത് സൗഹാർദ്ദം പറയുന്ന ആൾക്കാരാ, എന്ത് സ്നേഹം പറഞ്ഞ ആൾക്കാരാ. നിങ്ങളുടെ ഖുർആൻ എന്ത് സമാധാനം ഇവിടെ കാണിച്ചു തന്നെ. യുക്തിവാദി നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളൊക്കെ മക്കള് എന്ന് പറഞ്ഞാൽ അവരൊക്കെ കേൾക്കുന്നതും അവരൊക്കെ ബന്ധപ്പെടുന്നതും ഈ രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും എന്ന് സോഷ്യൽ മീഡിയക്ക് ആ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് യുക്തിവാദത്തിലേക്ക് നിരീക്ഷണത്തിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഖ്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും എന്ന് ഖുർആനില്ലാത്ത നമുക്ക് അറിയാൻ പറ്റും. തൗബ എടുത്ത് സൂറത്ത് തൗബയിൽ നിങ്ങൾ അഞ്ചാമത്തെ ആയത്തെടുത്ത് നോക്കുന്ന യുക്തിവാദികൾ പറയണേ ബഹുദൈവ ആരാധകരെ കാണുന്നോടത്ത് വെച്ച് കൊല്ലണം. ഈ സന്ദർഭത്തിൽ അതുണ്ടായത്. നിങ്ങളെ കാണുന്നോടത്ത് വെച്ച് കൊല്ലുകയാണെങ്കിൽ നിങ്ങളതിനെ പ്രതിരോധിച്ചോ. കാണുന്നോടത്ത് വെച്ച് അവരിങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അവരങ്ങോട്ട് തട്ടിയരെ. ഇതാണ് ആയത്ത്. ഈ ആയത്ത് പറഞ്ഞ അതേ സൂറത്തിന്റെ അടുത്ത ആയത്ത് എന്താണ്? ഇന്ന അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫാജിറുഹു. ഒരു ബഹുദൈവ ആരാധകൻ നിന്റെ അടുക്കൽ അഭയം തേടി എത്തിയാൽ അവന് നീ അഭയം കൊടുക്കണം. അത് തന്നെ ഇവിടെ ഉപയോഗിച്ചാണ് ബഹുദൈവ ആരാധകൻ. തൊട്ടടുത്ത ആയത്ത്. പക്ഷെ നമ്മുടെ മക്കളൊന്നും അത് വായിക്കാനും കേൾക്കാനും ഒന്നും തയ്യാറല്ല. ഈ യുക്തിവാദി പറയുന്ന ആയത്തെടുക്കും, എന്നിട്ട് അത് കേൾക്കും. ഈ ഖുർആൻ എനിക്ക് വേണ്ട, ഈ ഇസ്ലാമും എനിക്ക് വേണ്ട. നമ്മുടെയൊക്കെ വളർന്നു വരുന്ന മക്കളുടെയൊക്കെ അവസ്ഥ ഇപ്പൊ ഇത്. സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ ആയത്ത് ഇത് പറയുമ്പോൾ ആറാമത്തെ ആയത്ത് വേറൊരു പേജ് മറിക്കണ്ട, വേറൊരു സൂറത്ത് എടുക്കണ്ട. അതേ സൂറത്തിൽ തന്നെ അതേ പേജിൽ തന്നെ അഞ്ചാമത്തെ ആയത്ത് കഴിഞ്ഞാൽ ആറാമത്തെ ആയത്ത് പറഞ്ഞത് എന്താ? ഇന്ന അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫാജിറുഹു.
നിന്റെ അടുക്കൽ ഒരു ബഹുദൈവാരാധകൻ അഭയം തേടി വന്നാൽ അവന് അഭയം കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് തമ്പുരാൻ, അവനാണ് അല്ലാഹു തആല. അല്ലദീ അൻസല ലക്കും മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് അല്ലാഹു തആല. അല്ലദീ യുഹ്യി വയുമീത്, ജീവിപ്പിച്ചവനും മരിപ്പിക്കുന്നവനുമാണ് അല്ലാഹു തആല. നീ വിത്ത് മണ്ണിലേക്ക് ഇട്ടാൽ വിത്തിന്റെ അറ്റത്ത് മുള വരുത്തുകയും മുളയുടെ അറ്റത്ത് വിള വരുത്തുകയും ആ വിള നിനക്ക് ഭക്ഷണമാക്കാൻ ഉപകരിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അങ്ങനെ വളർത്തി തന്നവന്റെ പേരാണ് അല്ലാഹു തആല. ഇതിങ്ങനെ പറഞ്ഞു കൊടുക്ക അവനോട്. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ അവനത് അനുസരിച്ചില്ലെങ്കിൽ അവനെ തട്ടിക്കളയാനല്ല പിന്നെയും പറയണേ. എത്ര വ്യക്തമായിട്ടാ പറഞ്ഞേക്ക്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ തക്കം കിട്ടുവാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് അവനോട് ചോദിക്കണം, നിനക്ക് എവിടെയാണ് നിർഭയമായ സ്ഥലത്തേക്ക് എത്തേണ്ടത്? കാരണം നിന്നെ ആക്രമിക്കാൻ വരികയുള്ളൂ ആരെങ്കിലും. നീ അഭയം തേടി എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്, നിനക്ക് എവിടെയാണ് പോകേണ്ടത്? സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവനെ നീ കൊണ്ടെത്തിക്കണം. സ്വന്തം തന്റെ അടുക്കൽ അഭയം തേടി വന്ന അതേ മുശ്രിക്കിന് ഒന്നും ചെയ്യാതെ നിർഭയമായ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവനെ എത്തിക്കണം. അവൻ വിശ്വസിക്കുന്നില്ലേ? അതിന്റെ പേരിൽ നീ അവന്റെ വല്ല ആക്ഷരം കൊടുക്കണ്ട. ഇതാണ് ഖുർആൻ. ഇതൊക്കെ മനസ്സിലാക്കാൻ ഇനി വേറെ ചുമ്മാ നേർക്ക് നേരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു മുശ്രിക്കിനെ കൊല്ലലാണ് ഖുർആനിന്റെ ആഹ്വാനമെങ്കിൽ സൗദി ഖുർആൻ ഭരണഘടനയായിട്ട് അംഗീകരിച്ചേക്കുന്ന രാജ്യമല്ലേ? ഈ ആകാശത്തിന്റെ താഴെ എത്രയോ രാഷ്ട്രങ്ങളാണ് ഖുർആൻ ഭരണഘടനയായി അംഗീകരിക്കുകയും അതല്ലെങ്കിൽ തന്നെ ഇസ്ലാമിക ഭരണകൂടങ്ങളുള്ള എത്രയോ രാജ്യം. ഈ യുക്തിവാദം പറയുന്നവനോട് തിരിച്ച് നമ്മുടെ മക്കൾക്ക് ചോദിക്കാൻ അറിയില്ല. എടോ, നിന്റെ അപ്പൻ, നിന്റെ അച്ഛൻ, നിന്റെ പെങ്ങള്, നിന്റെ ചേട്ടൻ, നിന്റെ അളിയൻ, ഇവരൊക്കെ വിദേശത്ത് പോയി മുസ്ലിം രാജ്യത്ത് നിന്ന് കോടികൾ സമ്പാദിച്ചു കൊണ്ടുവരുന്നില്ലേ? ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തെ എയർപോർട്ടിൽ ചെന്നിറങ്ങി എമിഗ്രേഷൻ നടക്കുമ്പോൾ നീ അമുസ്ലിമാണെന്ന് കണ്ടാൽ നിന്നെ മാറ്റി നിർത്തി വെടിവെച്ചു വന്ന ചരിത്രം ഈ ആകാശത്തിന്റെ താഴെ ഉണ്ടായിട്ടുണ്ടോ? ഈ ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. അപ്പൊ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നെന്താണെന്നറിയോ? പ്രതിരോധമാണ് യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധമുന്നണിയിലേക്ക് നബിത്തങ്ങൾ പറഞ്ഞയക്കുന്ന ഒരാളെ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഇന്ന് സ്ത്രീ വിഭാഗത്തിന്റെ ഭാഗത്ത് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷിക്കാൻ ഞാൻ സാന്ദർഭികമായി പറയാം, വിഷയതൊന്നും അല്ലെങ്കിലും. യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന ആള്, അയാൾ ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് ശത്രുവിന്റെ നേതൃത്വം ഉപയോഗിക്കുന്നത്. പ്രതിരോധമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാ പോയിന്റ്. മദീനത്തി എന്നപ്പോൾ കാണുന്നോടത്ത് വെച്ച് കൊന്നോണ്ടിരുന്ന ഇവര് തിരിച്ചവിടെ കൊല്ലൽ നടന്നപ്പോൾ മക്കയിൽ നിന്നും വലിയ സംഘമായിട്ട് പുറപ്പെട്ടു വരികയാണ്. 1000 ചില്ലുവാനം വരുന്ന സംഘം. അവരുടെ വിവരം കിട്ടി നബി തങ്ങൾക്ക്. തങ്ങളെ സഹാബാക്കളെ വിളിച്ചുകൂട്ടി. അതാ വരുന്നു അബൂജാഹിലിന്റെ നേതൃത്വത്തിൽ വലിയ സംഘം. ഉത്ബത്തും ഷൈബത്തും എല്ലാം അതിനകത്തുണ്ട്. ഈ മദീനത്തേക്ക് കടന്നു വന്നാൽ നമ്മുടെ കൂരകളെല്ലാം ഇടിച്ചു നിരത്തും, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കശാപ്പ് ചെയ്യും, നമ്മുടെ സഹോദരിമാരെയെല്ലാം ബലാത്സംഗം ചെയ്യും, നമ്മുടെ വൃദ്ധന്മാരെയെല്ലാം കൂട്ടക്കുരുതി നടത്തും. മദീനത്തേക്ക് അവരെ കടക്കാൻ അനുവദിക്കരുത്. വെറും 313 മാത്രം 80 ചില്ലുവാനം കിലോമീറ്റർ നടന്നു വരികയാണ്. അവിടെ നിന്ന് വന്നത് അങ്ങനെയല്ല. മദീനത്തേക്ക് അവരെ കടത്തരുത്, അതാണ് പ്രതിരോധം. അവിടുന്ന് തന്നെ അങ്ങനെയല്ല. ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും എല്ലാം ഉള്ളവര്, ആവശ്യാനുസരണം ആയുധമുള്ളവര്, മാസങ്ങളോളം തിന്നാനുള്ള ഒട്ടകം അവരുടെ കൂടെ ഉണ്ട്, സുഖിക്കാനുള്ള പെണ്ണുങ്ങളുണ്ട്, കുടിക്കാനുള്ള കള്ളുണ്ട്, എല്ലാം സർവസന്നാഹം. അവിടുന്ന് വരുന്നവർക്ക് ചെരുപ്പില്ലാത്തവരാണ്, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരാണ്. പരിശുദ്ധ റമദാനായതുകൊണ്ട് പകല് പട്ടിണിയാണ്, രാത്രി ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിൽ പട്ടിണിയാണ്. ഇങ്ങനെ നടന്ന് അവരെത്തി 80 ചില്ലുവാനം കിലോമീറ്റർ എത്തിയപ്പോൾ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ചാണ് ഏറ്റുമുട്ടിയത്. അതാണ് യുദ്ധം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവരെ തടയുന്ന യുദ്ധം മാത്രമേ ഇസ്ലാമിന്റെ ശൈലിയിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരു കാരണവശാലും അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കുക. അങ്ങനെയുള്ള നിലയിലേക്ക് അയാളുടെ പേര് കുസ്മാൻ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തി കാണുന്നത്. ഇരുതല മൂർച്ചയുള്ള വാളുമായി ഈ മനുഷ്യൻ ശത്രുവിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംഭവിച്ചു. ശത്രുവിന്റെ ഭാഗത്തുനിന്ന് തന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഒരു അമ്പ്
ഇവിടെ ഇങ്ങനെ ധീരമായിട്ട് ഇയാൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഉസ്മാൻ വളരെ ധീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ നരകാവകാശിയാണ്. അല്ലാഹു അക്ബർ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. രക്തസാക്ഷിയായ ഒരേ മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്. ദീനിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. അത്ര പദവി അവർക്ക്. റബ്ബിഹിം, അവർ അള്ളാന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് എന്ന്. എത്രയോ സംഭവങ്ങളുണ്ട് അതിന്. ഷഹീദായ ആളുകള് ഈ ഭൂമുഖത്ത് ഹാജരായതും ഷഹീദായ മനുഷ്യന്റെ ഖബർ തുറക്കേണ്ടി വന്നപ്പോൾ അതിനകത്ത് പരിപൂർണമായും പിന്നെ ഹയാത്തില്ലാത്ത ആ മനുഷ്യൻ ഹയാത്തുള്ളതുപോലെ കിടക്കുന്ന ശൈലി. എത്രയോ അനുഭവങ്ങളുണ്ട്, എത്രയോ അനുഭവങ്ങൾ. ഇത്ര പവറുള്ള ഒരു സംഭവം ഇത്. ആ വ്യക്തിയെ പറ്റിയാണ് നബി തങ്ങൾ പറഞ്ഞത് അയാൾ നരകാവകാശിയാണ്. കുടുംബത്തിനെ ആ മനുഷ്യനെ ഒഴിവാക്കിയില്ലേ? യുദ്ധമുന്നണിയിലേക്ക് ആ മനുഷ്യൻ നീങ്ങിയില്ലേ? ആയുധമെടുത്ത മനുഷ്യൻ പ്രയോഗിച്ചില്ലേ? പക്ഷേ ശത്രുവിന്റെ ഭാഗത്തുനിന്ന് ഏറ്റതായ അമ്പ് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് തറഞ്ഞു കയറിയപ്പോൾ താങ്ങാൻ പറ്റാത്ത വേദന ഇയാൾ ഇതങ്ങ് വലിച്ചൂരി. അമ്പ് വലിച്ചൂരിയാഴ്ച അവസ്ഥ എന്താണ്? രക്തം ചീറ്റുകയാണ്. കാരണം കുറെ ഇറച്ചിയോടുകൂടി അങ്ങ് പോന്നെ. വേദന താങ്ങാൻ പറ്റണില്ല. പിന്തിരിഞ്ഞോടാൻ മനസ്സും വരുന്നില്ല. പിന്തിരിഞ്ഞോടിയാ പിന്നെ അത് ഏറ്റവും വലിയ തെറ്റാണ്. യുദ്ധമുന്നണിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ സബൂനുവിക്കത്തിൽപ്പെട്ട തെറ്റാണ്, പൊറുക്കാത്ത പാപം. അപ്പൊ പിന്തിരിയാൻ മനസ്സ് വരുന്നില്ല, പിടിച്ചു നിൽക്കാനും കഴിയുന്നില്ല. ഇരുതല മൂർച്ചയുള്ള തന്റെ വാളിന്റെ പിടി തറയിലേക്ക് അങ്ങോട്ട് കുത്തി ഉറപ്പിച്ചിട്ട് അതിന്റെ ആ കൂർത്ത ഭാഗം രക്തം ചീറ്റുന്ന മുറിപ്പാടിലേക്ക് അങ്ങോട്ട് കമിഴ്ന്നങ്ങോട്ട് വെച്ചോണ്ട് അതിലേക്ക് അങ്ങോട്ട് കമിഴ്ന്ന് കിടന്നു. വാള് മറുഭാഗത്തെത്തുന്നതിന് മുമ്പ് ആള് മയ്യത്തായി. തങ്ങൾ പറഞ്ഞു അയാൾ നരകാവകാശിയാണ്. എന്താ കാരണം? അയാൾ ആത്മഹത്യ ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചിരുന്നത് കടുത്ത പാപമാണ്. ഏത് തെറ്റിനും നിങ്ങൾക്ക് ശിക്ഷ കഴിഞ്ഞാൽ പ്രായശ്ചിത്തം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോചനമുണ്ട്. നമ്മുടെ ഭാഗത്ത് മനുഷ്യന്റെ ഭാഗത്ത് തെറ്റുകൾ വരും, തെറ്റിന് ശിക്ഷയുണ്ട്. ശിക്ഷ കഴിഞ്ഞാൽ ചില ആളുകളുടെ ശഫാഅത്തുകളെ കൊണ്ടിട്ടാണ് രക്ഷപ്പെടുക. പക്ഷേ ഒരു നിലയ്ക്കും രക്ഷപ്പെടാത്ത വ്യക്തിയാണ് ആത്മഹത്യ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ പ്രത്യേകം ഞാൻ നിങ്ങളെ ചൂണ്ടി പറയാൻ കാരണം, ഒറ്റ ബുദ്ധിക്ക് ചെയ്തുകളെ എത്ര സംഭവം ഉണ്ടായെന്നറിയോ? ഞങ്ങളുടെ ആലുവ പരിസരത്ത് തന്നെ അതൊക്കെ അതുപോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. പർദയും മക്കനെയും എല്ലാം ഇട്ട് നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉള്ള പല സ്ത്രീകളും അവിടെ ആലുവ പരിസരത്തൊക്കെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ടായി അടുത്തടുത്ത കാലത്ത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് കാണിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലാണ്. എന്താ അതിന്റെ കാരണം? കാരണം ഒന്നേ ഉള്ളൂ, എന്താണ് ഇസ്ലാം എന്ന് സമൂഹത്തിന് മനസ്സിലാക്കാൻ താല്പര്യമില്ല. ഈ ലോകം എന്താണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, വിശ്വാസത്തിൽ നിന്നും മനുഷ്യവർഗം മുസ്ലിം സമൂഹം വളരെ പിന്നോട്ട് പോയി. ഇത് തന്നെ ഇതിന്റെ കാരണം. നിങ്ങളൊന്ന് പറ എന്റെ സഹോദരങ്ങളെ, ഈ രാജ്യത്തിനെ ഒറ്റുകൊടുത്ത വിഷയത്തിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം പ്രതിയായിട്ടുണ്ടോ? ഇപ്പൊ മുസ്ലിങ്ങളാണോ? ഇവിടെ നോട്ട് നിരോധനം വന്നില്ലേ? ഏത് മുസ്ലിമിന്റെ ഭാഗത്തു നിന്നാണ് പണം പിടിച്ചത്? എന്താണ് നിങ്ങൾ ഒറ്റപ്പെടാൻ കാരണം? കാരണം ഇതാണ്. ഒന്നാമത്തേത് വിശ്വാസം. ഇനി ഞാൻ ചുമ്മാ രണ്ടൂന്ന് ഉദാഹരണം ചോദിക്കുക. ഈ ആകാശത്തിന്റെ താഴെ ഇപ്പത് ലഹരി വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കാലമല്ലേ? നമ്മുടെ സർക്കാർ ഭരണപക്ഷവും പ്രതിപക്ഷവും, ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാം, അല്ലെ ഭരണപക്ഷം നടപ്പാക്കി എങ്ങനെ നടപ്പാക്കും എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നാളെ ഞാനിവിടെ വയന്നു പറയാനുണ്ടാവില്ല. അപ്പൊ ധൈര്യമായിട്ട് പറയാ വിഷയം, ഭരണപക്ഷവും പ്രതിപക്ഷവും ഐക്യകണ്ഠേന പാസാക്കി ഒരു പ്രമേയം. എന്തായിരുന്നു? ഈ കേരള സംസ്ഥാനത്ത് നിന്ന് ലഹരിയെ മുക്തമാക്കാൻ, മയക്കുമരുന്നിനെ ഇല്ലാതെയാക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എന്താ പ്രവർത്തനം? ഇന്നിപ്പോ മദ്രസയിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് പ്രതിജ്ഞ എടുപ്പിച്ചു ഉസ്താദന്മാര്. കൃഷ്ണകേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പിന്നെ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആഹ്വാന പ്രകാരം മൊത്തം മദ്രസകളിലൊക്കെ പ്രതിജ്ഞ എടുപ്പിച്ചു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഈ രാജ്യത്തുനിന്ന് ലഹരി ഇല്ലാതെയാക്കാൻ എങ്ങനെ കഴിയും? അല്ലെങ്കിൽ ബോധവൽക്കരണ ക്യാമ്പ് നടത്താം. ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ.
ഞാൻ ചോദിക്കട്ടെ, ഈ കേരള സംസ്ഥാനത്ത് ലൈസൻസ് ഉള്ള ഒരു കള്ള് ഷാപ്പിൽ കയറി കള്ളു കുടിച്ചാൽ ഇവിടെ ആരാണ് അറസ്റ്റ് ചെയ്യുക? ബാറിൽ കയറി ഒരാൾ ലഹരി അടിച്ചാൽ ഇവിടെ ഏത് സർക്കാർ, ഏത് പ്രതിപക്ഷ നടപടി എടുക്കുക? അപ്പൊ ലൈസൻസ് ഉള്ള കള്ള് ഷാപ്പിൽ നിന്നും ലഹരി സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിൽ നിന്നും കഴിക്കുന്നതിന് വിരോധമില്ല. അതല്ലേ ഇതിന് കിട്ടിയത്? ഈ രാജ്യത്ത് നിന്ന് ലഹരി ഇല്ലാതെയാക്കാൻ കഴിയോ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ആകാശത്തിന്റെ താഴെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബുഹു ലഅല്ലകും തുഫ്ലിഹൂൻ. പരിശുദ്ധ ഖുർആനിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം. ഒന്നാമത് എടുത്തു പറഞ്ഞത് ലഹരിയാണ്. രണ്ടാമതാണ് എടുത്തു പറഞ്ഞത് ചൂതാട്ടം. ഇതൊക്കെ വ്യാപകമാണ് കേട്ടോ. അല്ലാഹുവേ, കഴിഞ്ഞതിന്റെ മുമ്പലത്തെ വെള്ളിയാഴ്ച, ഒരാഴ്ച കഴിഞ്ഞു, എന്നോടൊരു ഉപ്പ വന്നിട്ട് പറയാണ്, വലിയ സങ്കടം, 19 മാസമായി എന്റെ മകളെ വിവാഹം കഴിച്ചിട്ട്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ വള 4 എണ്ണം കാണുന്നില്ല. അയാൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, കാറിന്റെ പേപ്പർ കാണുന്നില്ല, ബുള്ളറ്റ് കാണുന്നില്ല, ഇങ്ങനെ പറയാൻ തുടങ്ങി. ഈ മോനാണെങ്കിൽ യാതൊരു ദുസ്വഭാവം ഇല്ല ഉസ്താദേ. ഇവന്റെ വാപ്പായും ഉമ്മായും ആകുന്ന എന്റെ മകളുടെ അമ്മാച്ചനും അമ്മായിയും എന്റെ മോളോട് കണ്ണിലുണ്ണിയായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ സാമ്പത്തികമാകുന്ന തകർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ ലക്ഷം രൂപ ഇപ്പൊ അവൻ ഈ നിസ്സാരം 19 മാസത്തിന്റെ ഇടയിൽ നശിപ്പിച്ചു. എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു ലഹരിയുമായിട്ട് ബന്ധമില്ല. എവിടെയാ ചന്ത എത്രയെന്നറിയോ? കാര്യചന്ദ്രൻ എവിടെയെന്നറിയോ? നിരീക്ഷിക്കുകയാണ് ഇവൻ എവിടെ പോകുന്നു, എങ്ങോട്ട് നീങ്ങുന്നു. അപ്പൊ കാണാ അന്താരാഷ്ട്ര എയർപോർട്ടിന്റെ പരിസരത്തുള്ള വലിയ ഹോട്ടലിലേക്കാണ് കയറി പോകുന്നത്. അവിടെ ഇവൻ കള്ളല്ല കുടിക്കുന്നത്, അവനോടൊപ്പം ചില ആളുകളും കയറി പോകുന്നു. ഇവൻ നിസ്കാരമൊക്കെ ഉണ്ട്, ഇവൻ വലിയ ഭക്തിയൊക്കെ കാണിക്കുന്നവനാണ്. ഇവൻ അങ്ങോട്ട് ചെന്ന് നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാലാണ് ഈ ഇത് എന്തൊട്ടാണ് മറ്റേ ഇങ്ങനെ ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഇരുന്ന് ചെയ്യൂലോ. റബ്ബർ തോട്ടത്തിലേക്ക് ഇങ്ങനെ നിരത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഒക്കെ ഇവിടെ ഉണ്ടായില്ലേ പണ്ട് റബ്ബർ തോട്ടത്തിൽ പോലീസിനെ കാണുമ്പോ ഓടും. അവിടെ വെക്കണെന്ന് 50 പൈസ, 1 രൂപ. ഈ വക്കണവരുടെ അങ്ങ് പോകുമ്പോ വീണ്ടും വച്ചാ കിട്ടുന്നതാണ്. ഇതാണ് ഇന്ന് നടക്കുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞ ലാ തശ്റബുൽ ഖംറ ഇന്നമൽ ഖംറു വൽ മൈസിറു എന്ന് പറഞ്ഞ അതാണ് ചൂതാട്ടം. എത്രയോ കുടുംബമാ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 1 ലക്ഷം കൊണ്ടുപോയി അങ്ങോട്ട് കളഞ്ഞാൽ നാളെ 4 ലക്ഷം കിട്ടുമെന്ന് കരുതി വീണ്ടും പെണ്ണുമ്പിള്ളയുടെ പണയം വെച്ചോണ്ട് അല്ലെങ്കിൽ വിറ്റോണ്ട് വീണ്ടും പോയി കയറുകയാണ്. ഇത് രണ്ടാമതാ ഖുർആൻ പറയണേ. ഒന്നാമതെടുത്ത് പറയുന്നു ലഹരി. ഇത് നിങ്ങളെ ശൈത്താനാണ് കേട്ടോ ഇത് വഞ്ചിക്കുന്നത്. നിങ്ങളുടെ മുഴുവൻ നശിക്കും കേട്ടോ. ലാ തശ്റബന്നൽ ഖംറ ഇന്നഹു റഅസ കുല്ലി ഫാഹിഷത്തിൻ. നിങ്ങൾ ലഹരിയിലേക്ക് അടുക്കല്ലേ, അത് എല്ലാ തിന്മയുടെയും തലയാണ്. ഇത്ര കർക്കശമായിട്ട് ഖുർആനും ഹദീസും വിശദീകരിക്കുന്ന, പിന്നെ വിമർശിക്കുന്ന, എതിർക്കുന്ന ഒരു ശൈലി ഏത് മത സംസ്കാരത്തിൽ ഇന്ന് ഈ ലോകത്ത് ആകാശത്തിന്റെ താഴെയുണ്ട്? നിങ്ങളുടേതല്ലാതെ. വിശ്വാസം മാത്രമൊന്നുമല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടോ? ഈ ലോകത്ത് നിന്ന് ലഹരി ഇല്ലാതെയായാൽ മദ്യരാക്ഷസന്മാർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുമോ? ഇവിടെയുള്ള കള്ള് കച്ചവടം കൊണ്ട് നിമിത്തങ്ങൾ ശപിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും നിങ്ങൾ രക്ഷപ്പെടില്ല എന്നേ പറഞ്ഞേ. കള്ള് കുടിക്കുന്നവൻ, കള്ള് വിൽക്കുന്നവൻ, കള്ളിനെ ഉണ്ടാക്കുന്നവൻ, കള്ളിനെ ചുമക്കുന്നവൻ, അതിനുവേണ്ടി ജോലിയെടുക്കുന്നവൻ, അതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്നവൻ, അതിനുവേണ്ടി വൃക്ഷങ്ങൾ വിട്ടുകൊടുക്കുന്നവൻ, ഇങ്ങനെ നബി 10 എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇവർക്കെല്ലാം അള്ളാഹുവിന്റെ ശാപമാണ് കേട്ടോ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു ഖംറിൻ ഹറാം. ലഹരിക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഉപയോഗിക്കുന്നു അത് തങ്ങൾ പറഞ്ഞു തന്നെ. അവസാനം കള്ളെന്നുള്ള ഭാഷയൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇപ്പൊ കള്ളെന്നാണ് ഇപ്പൊ പറയണത്. ഇപ്പൊ എന്തൊട്ടാണ് ഇപ്പൊ പുതിയതൊന്നേക്കുന്നത്? MDM അല്ലേ? ഈ പിള്ളേര് പഠിച്ച് പാസ്സായിട്ട് ഡിഗ്രി കിട്ടുന്ന കാര്യം ഇപ്പൊ മുകളിലേക്ക് കയറുന്നതനുസരിച്ച് എന്ന് പറഞ്ഞാലേ ഇങ്ങനെ വണ്ടിയിലേക്ക് കയറി നിന്നിട്ട് വണ്ടിയുടെ ചില്ലൊക്കെ പൊക്കിയിട്ടിട്ട് ഇവനൊരു കുപ്പിയും കൂടെ തുറന്നിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പൂശും. ആ വണ്ടിയിലിരിക്കുന്നവരെല്ലാവരും സ്വർഗത്തിലേക്ക് ഒറ്റയടി.
ഇങ്ങനെ ഒന്ന് പൂഷണയിന് തന്നെ ലക്ഷങ്ങൾ വിലയുള്ള എന്ന് പറഞ്ഞാൽ ഇവന്റെ കളസത്തിന്റെ പോക്കറ്റിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങളാ കിടക്കണേ. നിങ്ങൾ നോക്കുമ്പോ ഇവന് കച്ചവടമൊന്നുമില്ല. പക്ഷേ ഇവൻ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് എന്ന് പറയുന്നത്, മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് 4 ലക്ഷം വിലയുള്ളതാണ്. ഒരു ജോലി ഇവനക്കില്ല. ഇവന്റെ കളസത്തിന്റെ പോക്കറ്റിലാ സാധനം കിടക്കണം. നിങ്ങൾ പിടിച്ചു നോക്കുക, അവനൊക്കെ മുസ്ലിം പേരുള്ളവനായിരിക്കും. ഇതാ നബി തങ്ങൾ പറഞ്ഞത്, ലഹരിക്ക് വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കുന്നു അതെല്ലാം കള്ളാണ്. കള്ളിന്റെ പേരിലല്ല ഇപ്പൊ ഇത് ഉപയോഗിക്കുക. അപ്പൊ ബീഡി, സിഗരറ്റ്, പുകയില, പാൻ മസാല, ബ്രൗൺ ഷുഗർ, അശീഷ്, കള്ള്, ബ്രാൻഡി, പിന്നെ വേറൊരു വൈൻ. ലഹരിക്ക് വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കുന്നു എല്ലാം കള്ളാണെന്ന് നബീന റസൂലുള്ളാഹി. വ്യാപകമായോ? എവിടെയാണ് നിയന്ത്രിക്കാൻ? നമ്മുടെ പല കുട്ടികളുടെയും അവസ്ഥ വളരെ മോശമാണ്. ആലുവായില്, പിന്നെ പെരുമ്പാവൂര്, പിന്നെ ഈ മയക്കുമരുന്നിന്റെ എതിരിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അതിനകത്ത് വന്ന് സംസാരിച്ചത് ഇന്ന് ആലുവയിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടിരിക്കുന്ന മുഹമ്മദ് ആരീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ മനുഷ്യൻ പറയാ, ഞാൻ ഇത്ര വർഷമായി ഈ സേവന രംഗത്ത് വന്നിട്ട് ഞാൻ കൃത്യമായി സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100 ആളെ കേസിൽ പിടിച്ചാൽ 80 ആള് മുസ്ലിം ചെറുപ്പക്കാരാണ്. 80 ആള് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും. എവിടെ എത്തി തലമുറ? എവിടെ എത്തി? നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയോ സഹോദരിമാരെ? നിങ്ങൾ സൂക്ഷിച്ചോളണം. മക്കള് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്വഭാവത്തിന് ചില മാറ്റങ്ങള്, ചില പ്രത്യേകമായ ശൈലികള്, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ മക്കൾ ലഹരിക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ള അടയാളം. ചോക്ലേറ്റ് രൂപത്തിലാണ് കിട്ടുന്നത്, മിഠായി രൂപത്തിലാണ് കിട്ടുന്നത്, സുഗന്ധം ശൈലിയിലാണ് കിട്ടുന്നത്. പഴയ അവസ്ഥയൊന്നുമല്ല. കള്ളിഷാപ്പി പോണില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ലഹരികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടാൽ 10-16 വയസ്സുള്ള മോൻ അല്ലെങ്കിൽ മോള് ഒരു മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ ഒരു കഞ്ചാവിന്റെ ഒരു അംശം കയ്യിലിരുന്നു, സംഗതി പിടിച്ചു, കേസായി. ആ സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ഇവിടെ ക്രൈം വന്നു, ചിലപ്പോ പോയി കോടതിയിൽ പോയി ഫൈൻ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കുട്ടി ധരിക്കുന്ന എന്താ, നമ്മുടെ പേരിൽ കേസൊന്നുമില്ല. ലക്ഷങ്ങൾ മുടക്കി MBBS എടുത്തു, MD എടുത്തു, സർക്കാരിൽ നിന്നും ജോലിക്ക് വേണ്ടിയുള്ള ക്ഷണം കിട്ടി, ജോലിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യാനുള്ള ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇവന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും കൂടി കിട്ടിയാണ്. ചുമ്മാ ഇവന്റെ നമ്പറങ്ങ് അടിച്ചാൽ മതി. ഇന്ന് അങ്ങനെ വളർന്നുപോയി, ലോകം അത്ര ഉയർന്നുപോയി. അങ്ങനെ അങ്ങനെ അടിച്ചുമ്പോ കിട്ടും. 17ാമത്തെ വയസ്സിൽ ഇത്ര ഗ്രാം ചാരായം പിടിച്ചതിന്റെ പേരിൽ ഇതാ ക്രിമിനൽ വന്നിരിക്കുന്നു. ആ ഒരൊറ്റ കാരണത്താൽ തള്ളപ്പെട്ടു. അയാള് ഈ പറഞ്ഞ മനുഷ്യൻ പറയാ അവിടെ ആ സമ്മേളനത്തില്, എത്ര കേസുകളാണ് എന്റെ മുമ്പിൽ വന്നതെന്നറിയോ? ഇത്ര വർഷം മുമ്പാണല്ലോ സാറേ ഇതുണ്ടായത്, അല്ലെങ്കിൽ ഇത്ര മാസം മുമ്പാണല്ലോ ഉണ്ടായത്, ഞാനതിന് ഫൈൻ അടിച്ചതാണല്ലോ, രക്ഷയില്ല, നിന്റെ സർക്കാരിന് വേണ്ട, പഠിച്ചത് പോയില്ലേ. ഇതൊക്കെ മക്കൾക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. പ്രത്യേകം ഞാൻ പറയാം ഉമ്മമാരോട്, ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾ ധാരാളം വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. ഇന്നലില്ലാഹി തബാറക വ തആല ഇബാദൻ ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം. നബി തങ്ങൾ പറയാണ്, നാളെ മഹ്ശറ എന്ന് പറയുന്ന വൻസഭ, എല്ലാ മനുഷ്യരും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തിരുനോട്ടം നോക്കി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തിനെ ഒരു നിലയ്ക്കും പരിഗണിക്കുകയില്ല. ആരാണ് ആ പരിഗണിക്കപ്പെടാത്ത വിഭാഗം? നബി തങ്ങൾ എണ്ണി പറയാൻ. സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വിഭാഗം ആരാണ്? മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളാണെന്ന് ഒന്നാമത് നബിയിന റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ ഈ മാഷറ ഇതൊക്കെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി കേട്ടോ. ഈ പാതിരാത്രി ഇവിടെ വന്നിരുന്ന എന്റെ മുസ്ലിയാരെ എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റിയ കാര്യം പറ. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല. ഇത് ലാ ഇക്റാഹ ഫിദ്ദീൻ. നിങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വിശ്വസിപ്പിക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തന്നെ അള്ളാഹു തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പറ, നീ എന്തുണ്ടാടാ, നീ എന്താ ഇത്ര വലിയ, നീ എന്താ ചോദിക്കണേ, നീ എവിടെന്നാ വന്നേ? ചോദ്യം കേട്ടോ. ഇത് മാത്രം മതിയല്ലോ ഒരാൾക്ക് വിശ്വാസാകാൻ. നീ എവിടെന്നാ വന്നത്? ഒരു തുള്ളി ബീജത്തിൽ നിന്നാണടാ നിന്റെ ഉത്ഭവം.
അപ്പൊ എവിടെന്നാ വന്നത്? قتل الإنسان ما كفر من أي شيء خلق من نطفة خلقه فقدر ثم السبيل يسر. അങ്ങനെ ഒരു തുള്ളി ബീജത്തിൽ നിന്നും രൂപം കൊണ്ടതായ നിന്നെ ഒരു പരിപൂർണ മനുഷ്യക്കോലത്തിലാക്കി അല്ലാഹു തആല ജീവിക്കാൻ ഈ ഭൂമുഖത്തേക്ക് വിട്ടു. നീ ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതം എന്നൊന്നും ഇങ്ങനെ കൊണ്ട് നിലനിൽക്കൂല. നിന്റെ ജീവിതത്തിന് ഇതാ അല്ലാഹു തആല മാറ്റം വരുത്താൻ പോവുകയാണ്. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി ഫലാ യഖിലൂൻ. എടോ മനുഷ്യരെ, ഈ ബീജത്തുള്ളിയിൽ നിന്നും രൂപാന്തരപ്പെട്ട് വന്ന നിന്നെ ഈ ലോകത്ത് എന്നും നിലനിർത്തുമെന്നാണോ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? നിന്നെ പോലെ ഇവിടെ ജനിച്ചു വീണ എത്രയോ ചോര പൈതൽ പള്ളിപ്പറമ്പിലായിടാ. നിന്നെ അല്ലാഹു തആല പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയില്ല, എന്നെ വളർത്തി. തുള്ളിച്ചാടുന്ന ആൺകുട്ടികളായി, പെൺകുഞ്ഞുങ്ങളായി തുള്ളിച്ചാടുന്ന എത്രയോ കുട്ടികൾ പള്ളിപ്പറമ്പിൽ അടക്കപ്പെട്ടൂടെ മോനെ മോളെ. നിന്നെ അല്ലാഹു തആല അങ്ങനെ ആക്കാതെ വീണ്ടും മുന്നോട്ട് വിട്ടിരിക്കുകയാണ്. യുവാവായി, യുവതിയായി എത്രയോ യുവാക്കൾ മണ്ണിന്റെ അടിയിൽ പോയടാ മോനെ മോളെ. നിന്നെ അങ്ങനെ ആക്കാതെ വീണ്ടും ഒരൊത്ത പുരുഷനാക്കി, ഒരു സൗന്ദര്യമുള്ള സ്ത്രീയാക്കി. എത്രയോ ആരോഗ്യവാന്മാർ, എത്രയോ ആരോഗ്യവതികൾ. എത്ര എണ്ണങ്ങളാ പോയിക്കൊണ്ടിരിക്കുന്ന. പടച്ചവനെ, ഞങ്ങളുടെയൊക്കെ അന്ത്യം നീ നന്നാക്കി തരണേ തമ്പുരാനെ. ചുമ്മാ മറിഞ്ഞാടി മരിക്കുകയില്ലേ. ഞങ്ങളുടെ പല്ലാരിമംഗലത്തെ പെൺപിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി പറയാ. പല്ലാരിമംഗലം നല്ല ചെറുപ്പക്കാരി ഒരു പെൺകുട്ടി, ഡോക്ടറാണ്, അലോപ്പതി ഡോക്ടറാണ്. കൊടുങ്ങല്ലൂരാണ് വിവാഹം കഴിച്ചത്. 3 മാസം ഗർഭവതി, ബോധം കെട്ട് മരിച്ചു. 1 മാസം ആയില്ല, 1 മാസം. ചുമ്മാ അങ്ങോട്ട് മറിഞ്ഞാടി, കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ്. കുഴഞ്ഞു വീണ് മരിച്ചു. നമ്മൾ ഈ കൊറോണയിൽ തീർന്നിരിക്കുകയെന്നാ മനസ്സിലാക്കിയാണ്. അങ്ങനെയൊന്നും അല്ല. അത്രമാത്രം മതപകേടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ കരുതി കൊറോണയൊക്കെ വന്നപ്പോൾ അതിന്റെ ശേഷമൊക്കെ കുറച്ച് മര്യാദയാവുന്ന. എവിടെ ഒരു മര്യാദയില്ല. വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിക്കാഹാണെങ്കിലും കൂടിക്കല്ലലാണെങ്കിലും ഓട്ടമാണെങ്കിലും ചാട്ടമാണ്. ഇപ്പൊ തന്നെ ലഹരിയുടെ കാര്യം തന്നെ നോക്കി, എത്ര വ്യത്യാസം വന്നേക്കണെന്നുണ്ടോ. ഭയങ്കര മാറ്റം വന്നേക്കണം. ഓ പടച്ചവനെ, ഞങ്ങളുടെ ഒന്നും കുഞ്ഞുങ്ങളെ ഒന്നും അല്ലാഹുവേ അപകടത്തിൽ പോയി പെടുത്താതെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. എത്ര പഠിച്ച് എത്ര പാടുപെട്ടു, ജോലി പോയില്ലേ, കിട്ടിയോ? കിട്ടിയില്ല. ഈ ഒരൊറ്റ സാധനം. അല്ലാ, മയക്കുമരുന്ന് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുക. അപ്പൊ സഹോദരിമാരെ, നിങ്ങളാ പ്രത്യേകം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാല് എത്ര മാറ്റം ഉണ്ടാവുന്ന ഒരു സമുദായത്തിന്റെ ഇടയിൽ. ഭർത്താക്കന്മാരെ മാറ്റാൻ എന്റെ സഹോദരിമാർക്ക് കഴിയും, മക്കളെ മാറ്റാൻ സഹോദരിമാർക്ക് കഴിയും. ഇതിനൊന്നും ഇവർക്ക് മക്കള് വഴിതെറ്റി പോകുന്നതിന്റെ 95% ഉത്തരവാദി മാതാപിതാക്കളാണ്. കാരണം അവരെ ഈ കുഞ്ഞുങ്ങളായിട്ട് ഇടപെടണത്. നബിത്തങ്ങൾ പറയാ, മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾ ആരൊക്കെ മനുഷ്യരിലുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഒരു നിലയ്ക്കും പരിഗണിക്കുന്നതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരി ആയപ്പോൾ, അതിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായപ്പോൾ തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്ത രംഗം ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നു. പടച്ചവനെ, എത്രയോ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെയാണ് ആ മനുഷ്യൻ കടന്നു വന്നത്. അതാണ് ഒരു മനുഷ്യന്റെ ഈമാനിനെ അല്ലാഹു തആല അത് മാറ്റൊരുക്കുന്നത് പരീക്ഷണത്തിൽ കൂടെയാ. നമ്മൾ മൂമിനീങ്ങളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മൂമിനാണെങ്കിൽ പരീക്ഷണത്തെ അതിജീവിക്കാനുള്ള ഈമാനിയായ ഖുവ്വത്ത് കിട്ടണം. അപ്പൊ പരീക്ഷണങ്ങളെ കൊണ്ടിട്ടാണ് അല്ലാഹു തആല നമ്മളെ പാകപ്പെടുത്തിയെടുക്കുന്നത്. നിങ്ങൾ ശരിയായ വിശ്വാസിയാണോ എന്ന് അല്ലാഹു തആല നമ്മളെ പിന്നെ റിസൾട്ട് തരുന്നത് പരീക്ഷണത്തിൽ കൂടിയാണ്. പരീക്ഷണത്തിൽ ക്ഷമകേട് വന്നാൽ പോയി. ഇദാ അസാബത്തുഹുൽ മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും മുസ്ലിമിന്റെ അവസ്ഥ എന്താണ്? അവൻ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തലേ ദിവസം പൂട്ടിക്കൊണ്ടുവന്ന കച്ചവട സ്ഥാപനം പിറ്റേ ദിവസം ചെന്ന് തുറക്കാൻ നോക്കുമ്പോൾ മൊത്തം ചാരായി കിടക്കുകയാണ്. അള്ളാഹു മഞ്ഞ നെഞ്ചത്തടിയില്ല. പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നലെ നീ എനിക്ക് പൂട്ടാൻ അനുഭവം തന്നു, ഇന്ന് നിന്റെ ഭാഗത്തുനിന്ന് തുറക്കാനുള്ള വിധിയില്ല, കരിഞ്ഞുപോയി. ഒരിക്കലും മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന്. എന്നാൽ അനുഗ്രഹങ്ങൾ കിട്ടിയാലോ അൽഹംദുലില്ലാഹ്. അതാണ് നബിത്തങ്ങൾ പറഞ്ഞത്. മുസ്ലിമിന്റെ കാര്യം വലിയ അത്ഭുതമാണ്. അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ ആ മനുഷ്യൻ പറയുന്നു അൽഹംദുലില്ലാഹ്.
പരീക്ഷണങ്ങൾ വന്നാലും ആ മനുഷ്യൻ പറയുന്നു ഇന്നാലില്ല, എല്ലാം അള്ളാഹുവിലേക്കാണ്. പരീക്ഷണങ്ങൾ കൂടി 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 വരും. ഇങ്ങോട്ട് ഏറി ഇങ്ങോട്ട് കിട്ടുന്തോറും കൂടുതൽ കൂടുതൽ അങ്ങോട്ട് അടുക്കണമെന്നാ. ശിബിലി റളിയല്ലാഹു തആല വലിയ മഹാനാണ്, അള്ളാഹുവിന്റെ ആരിഫീകളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം കുറെ ആളുകളൊക്കെ കൂടി ഭ്രാന്തനാന്ന് പറഞ്ഞ് പിടിച്ച് കെട്ടിയിട്ടു. അദ്ദേഹത്തിന്റെ കാലാണ് കെട്ടിയിട്ടിരിക്കുന്നത് മരത്തിലേക്ക്, കൈ സ്വതന്ത്രമാണ്. ശിഷ്യന്മാരെ ഉസ്താദിനെ ഈ അവസ്ഥ അറിഞ്ഞു. ഉസ്താദിനെ എല്ലാവരും ഭ്രാന്തനാന്ന് കെട്ടിയിട്ടു. അങ്ങനെ കുറെ ശിഷ്യന്മാർ ഒരുമിച്ച് ശിബിലി റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വരികയാണ്. ശിഷ്യന്മാരും കൂടെ അടുത്തേക്ക് വന്നപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ തറയിൽ കിടന്ന കുറെ ചരലിങ്ങനെ വാരിയെടുത്തിട്ട് ശിഷ്യന്മാരുടെ നേരെ ഇങ്ങനെ അങ്ങ് എറിയാൻ തുടങ്ങി. ഏറ് കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവർ ഓടി. നമ്മളെ ഇതാണോ സ്നേഹം? കൈകൊട്ടി ഇതാണോ സ്നേഹം? എന്നെ സ്നേഹിക്കുന്നവർ എന്റെ ഭാഗത്തുനിന്ന് ഏറ് കിട്ടിയാൽ തിരിഞ്ഞോടുവല്ല, ആ ഏറ് എന്റെ ഉസ്താദ് എറിഞ്ഞതാണ്, അത് കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന് മുന്നോട്ട് വന്നോ. അദ്ദേഹം പഠിപ്പിച്ചത് ഈ ആയത്താ. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖശി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാതി വബശ്ശിരി സ്വാബിരീൻ. 5 തരത്തിലാണ് ഖുർആൻ എണ്ണിത്തരുന്ന മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിക്കുന്ന ഘടകങ്ങൾ 5 ശൈലിയിലാണ്. ഈ 5 എണ്ണം ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് കൂടുതൽ എടുക്കണം. അതാണ് ബശ്ശിരി സ്വാബിരി. പരീക്ഷണങ്ങളിൽ യൂസുഫ് നബി വലിയ പരീക്ഷണത്തിൽ കൂടെ വന്ന ആളാണ്. കിണറിലേക്ക് ഇട്ടു, അവിടുന്ന് മോളിൽ കയറി, കയറ്റി, അങ്ങനെ അങ്ങാടിയിൽ വന്നു, അടിമച്ചന്തയിൽ വിറ്റു, അങ്ങനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ ഉണ്ടാകാൻ പറ്റാത്ത അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു. അങ്ങനെ ആ മനുഷ്യൻ ജയിലിലായി, ജയിലിൽ നിന്ന് മോചിതനായി. അപ്പൊ എത്രയോ പരീക്ഷണങ്ങൾ കടന്നു പോന്നു. സമുദായം നേരിടുന്ന പരീക്ഷണങ്ങളും പരിഹാരവും. ഈ പരീക്ഷണം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പരീക്ഷണത്തിനെ എങ്ങനെ നേരിടണം അതുകൂടെ കിട്ടിയെങ്കിലല്ലേ കാര്യം ശരിയാവുള്ളൂ. ഈ പരിഹാരം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ദുആയാണ്. ഇത്ര ദുആ കൊണ്ടിട്ടല്ലാതെ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും രക്ഷപ്പെടുത്തിയ ചരിത്രം നമുക്ക് കാണാനില്ല. എടുത്ത് പരിശോധിക്കുമ്പോൾ എന്ത് പ്രതിസന്ധി വിഷമം വന്നിട്ടുണ്ട്, അവിടെയൊക്കെ ദുആ ഫലപ്പെട്ടിട്ടുണ്ട്.